ഒരു മിനിറ്റ് ഓണാക്കിയ അമ്മ തെറ്റിയ ഓ ലല്ലി 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 ഓ ലല്ലി 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 ഓ ലല്ലി 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 ഹോയ് തന തന്തിന്നാനോ താനാനോ തന തന്തിന്നാനോ താനാനോ തന തന്തിന്നാനോ താനാന തന ഹോയ് 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 ഞാനൊരു കാര്യം പറയാം, ആവശ്യമില്ലാതെ ഫോൺ എടുക്കരുത്. അയ്യോ ആവശ്യമില്ല ഡാൻസ് പഠിക്കണല്ലേ ഡാൻസ് പഠിക്കണ എന്റെ ഫോൺ എന്തിനാണ്? പിന്നെ ഏതിൽ പഠിക്കും? ഇത് ചുമ്മാ ഇരുന്നേ. അതൊന്ന് കാണിച്ചേ ഇപ്പൊ എടുത്തതൊന്ന് ആ കാണിച്ചൊക്കെ ഇതിനകത്തുണ്ട്. റെക്കോർഡായി കാണൂല മിക്കവാറും. നോക്കി അത് ആയോ അത് അതിലുണ്ട്. അല്ല ഞാൻ ചോദിച്ചിട്ട് ഇത് എന്ത് ഈ കൊച്ചിനിട്ട് കാണിക്കണേ? ഡാൻസ് അല്ലേ എടി, ഈ ഡാൻസ് പണ്ട് നീ സ്കൂളിൽ പഠിക്കുമ്പോ അത് തന്നെയല്ലേ അല്ലേ? കഷ്ടം. അതിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിന് ഈ കൊച്ചിനും കൂടെ പറഞ്ഞു കൊടുക്കണം അവള്. അന്ന് തന്നെ അത് സഹിക്കാൻ പറ്റാത്ത സാധനമായിരുന്നു. എന്ത് കുഴപ്പമില്ലടി അത്. ഇനി അവക്കൊരു കുട്ടിയായി കഴിയുമ്പോൾ അവൾ ഇത് തന്നെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. നാടോടി നൃത്തം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരമുണ്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, അതാണ് നാടോടി നൃത്തം. പിന്നെ ഒരു പാണ്ടക്കെട്ട്, അതല്ലേ ഇതിന്റെ മെയിൻ. പിന്നെ ഭയങ്കര മെയിൻ. ഇപ്പോൾ പുതിയ പുതിയ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കണം. അല്ല ഇതൊന്നും അല്ല ഡാൻസ്. നീ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം? പല ഉദ്ദേശങ്ങളും ഉണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ വല്ലതും ആണോ? ആണെങ്കിൽ എന്താ കുഴപ്പം? ആണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാന്ന് അമ്മയും മോളും വിചാരിക്കണ്ട. എന്തുവാടി യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കണം? കുറേ തള്ളമാരി ഇല്ലാത്ത പൈസ വെപ്പിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് പൊങ്ങച്ചം കാണിക്കാനും നുണയും വഴക്കും കൂടാനുമായിട്ട് അങ്ങ് ഇറങ്ങും. ഒപ്പം കുറേ സാറന്മാർ സ്കൂളിലെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്നിട്ട് അവിടെ നടക്കണം എന്താണ്? തമ്മിലടിയും ചീത്തവിളിയും വഴക്കും. ഡാൻസ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അപ്പീൽ പോക്കായി. എൻ്റെ കുട്ടിക്ക് കൊടുത്തില്ല, എൻ്റെ കുട്ടി നന്നായിട്ട് കളിച്ച്. കിട്ടാത്തോണ്ടല്ലേ അപ്പന്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് കിട്ടണ്ടേ? അയ്യോ അതെ, ഈ തള്ളമാരുടെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള സാധനമല്ലേ ഈ പിള്ളേർ. അവർക്ക് അവരുടെ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്തത് ഈ കുട്ടികളെ കൊണ്ടങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റേജിന്റെ സൈഡിൽ പോയി നിന്നിട്ട് കളിക്കുമ്പോൾ ഓഹോ എന്തൊരു ആകാംക്ഷയാണ് തള്ളമാര്. അവനവന്റെ മക്കൾക്ക് പിന്നെ വേറെ ആര് പറഞ്ഞു കൊടുക്കും? അവനവന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ പല കഴിവുകളും ഉണ്ടാവും. അത് കണ്ടെത്താൻ നോക്കണം, അല്ലാതെ ഇല്ലാത്ത കഴിവിനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കല്ലേ. എടാ ഇതിൽ നിൽക്കണവരുടെ അവസ്ഥ നിങ്ങൾ പുറത്തെന്ന് പറയണവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഇത് അവസ്ഥയല്ല, ഇത് സത്യം പറയാം തള്ളമാരുടെ പൊങ്ങച്ചമാണ്. കുട്ടികളെ കൊണ്ടത് എൻ്റെ കുട്ടി അവിടെ ഇതറിയാം, എൻ്റെ കുട്ടിക്ക് അതറിയാം, എൻ്റെ കുട്ടി മറ്റതറിയാം. എടി ഒരു കലയെന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചെടുക്കണമെങ്കിൽ തന്നെ ആവശ്യമുള്ള സമയം വേണം. ഇതിപ്പോൾ ഒരു യൂത്ത് ഫെസ്റ്റിവൽ അനൗൺസ് ചെയ്തിട്ട് ഉടനെ ഭരതനാട്യം പഠിച്ച്, മോഹിനിയാട്ടം പഠിച്ച്, കുച്ചിപ്പുടി പഠിച്ച്, നാടോടി നൃത്തം പഠിച്ചു, എല്ലാം കൂടെ ഒറ്റ അടിക്കാൻ കൂടെ ഒരു മാസം കൊണ്ട് പഠിച്ച് തീർക്കുകയാണ്. ഇതൊക്കെ ഓരോന്ന് പഠിക്കാൻ തന്നെ വേണം 4-5 വർഷം. ഇതെല്ലാം പഠിച്ചിട്ട് കൊച്ചങ്ങോട്ട് എന്താണ് ഒന്നും ആവില്ല. അതിന് നാടോടി നൃത്തം അറിഞ്ഞൂടാ, കുച്ചിപ്പുടി അറിയൂടാ, ഒന്നും അറിഞ്ഞൂടാ അവസ്ഥയായി. ഒരു ഉപയോഗമില്ലാതെ ആവുകയും ചെയ്ത് പഠിച്ചിട്ട്. എടാ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലല്ലേ കൊച്ചിന് ഏതിലെ കഴിവെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അയ്യോ കൊച്ചിപ്പോൾ കുറേ നാളായി ഞങ്ങളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും നാളായിട്ട് അവർക്ക് അറിഞ്ഞൂടാ കൊച്ചിന് എന്തൊക്കെ കഴിവുണ്ട് ഇല്ല എന്നുള്ളത്. ഒരു പ്രാവശ്യത്തിലെ പാട്ട് പഠിക്കാൻ ഇവിടെ ഉണ്ടാക്കി, അവസാനം എന്തായി? ഇതിൽപ്പരം നാണക്കേട് വേറൊന്നുമില്ല. ഇടി ഇപ്പം അവൾ ഇവിടെ സ്റ്റെപ്പ് വെച്ചല്ലോ, അതിൽ എന്തെങ്കിലും താളം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിട്ടുണ്ട് അവക്ക്. അതെങ്ങനെ? കൊച്ചിന് താളമില്ല, തള്ളക്ക് ബോധവും ഇല്ല. എന്താ അതിൽ കുഴപ്പമില്ലാത്ത? അവക്കെ വേറെ ഒരുപാട് നല്ല കഴിവുകളുണ്ട്, അത് കണ്ടെത്താൻ നോക്കണം. അത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കും. അവൾ നല്ല അസലായിട്ട് പടം വരയ്ക്കും. നീ എന്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല? കൊണ്ട് എന്താ പ്രയോജനം ഉള്ളത് ക്ലീറ്റോ? ഡാൻസും പാട്ടും ആണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം, സീരിയലിൽ അഭിനയിക്കാം, ടിവിയിൽ മുഖം കാണിക്കാം. ഈ വരച്ചിട്ട് ആരെങ്കിലും സിനിമയിലോ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇനി എന്തുണ്ടെങ്കിലും തലവര എന്ന് പറഞ്ഞൊരു വരയുണ്ട്, അത് വേണം. അല്ല ഞാൻ ചോദിച്ചിട്ട് നീ കൊച്ചിനെ എന്തിനും ടിവിയിൽ അഭിനയിപ്പിക്കാനാണോ ഇപ്പൊ ഇത് പഠിപ്പിക്കണേ? അതത്ര മോശമൊന്നുമല്ല. അതെ, അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. ആവശ്യമില്ലാതെ കൊച്ചിന് വേണ്ടാത്ത പ്രതീക്ഷകൾ കൊടുക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് അതിനൊന്നിനും അല്ല എന്റെ പൊന്ന് ക്ലീറ്റോ. നിങ്ങൾ എത്ര നേരം ഈ ക്ലാസ് തുടങ്ങിയിട്ട്? പിന്നെ എന്തിനാണ് ഇതിനിപ്പോ ഇവിടെ ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യേണ്ട കാര്യം? മറ്റേ സ്കൂളിൽ ചേർക്കാൻ. സ്കൂളിലല്ലേ അവളിപ്പോ പഠിക്കുന്നത്, പിന്നെന്തോ? ഞാൻ അന്ന് പറഞ്ഞില്ലേ ഡാൻസിന്റെ നടന കലാക്ഷേത്രം. എന്റെ കർത്താവേ, വെളുക്കോള രാമായണം വായിച്ചിട്ട് സീതയുടെ ഭർത്താവായിരുന്നു വെച്ചോലായല്ലോ. ഇടി ഇതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, അതിന് താളമില്ല, അതിന് ഡാൻസ് എന്തെന്ന് അറിയില്ല, വെറുതെ അതിനായിട്ട് തല്ലി പഠിപ്പിക്കലെന്ന്. അതിനവിടെ ടീച്ചർമാരുണ്ടല്ലോ, അവര് പഠിപ്പിച്ചോളും. എടാ അതൊക്കെ അവളുടെ ഒരു ആഗ്രഹമല്ലേ, ചെയ്യട്ടെ. ഇത് വല്ലാത്തൊരു ആഗ്രഹമാണ് കേട്ടോ, ഇതൊക്കെ ദുരാഗ്രഹമാണ്. എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? വേറെ ഒന്നും ചെയ്യണ്ട. ഇതിനകത്തിപ്പോ ഞാൻ എടുത്ത വീഡിയോ ഉണ്ട്, അതൊന്നൊരു CD-യിലാക്കണം. CD അയക്കാൻ അവര് പറഞ്ഞേക്കണേ. CD-യിലാക്കി അവിടെ ഒരു ബയോഡാറ്റയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് അവിടെ കൊറിയർ അയക്കാവോ? ഈ കൊച്ചിനോട് വലിയൊരു ദ്രോഹമാണെന്നുള്ള കാര്യം ഞാൻ അവളുടെ അമ്മയല്ലേ, ആ ദ്രോഹം അവള് സഹിച്ചോളും. ശരി,
നിനക്കിത് സി ഡിയിലാക്കി തരണം അല്ലേ? ഈ തന്നാ പോരാ, അയക്കണം. അയക്കണം. അയച്ചു തരാം, ഞാൻ അയച്ചു തരാം. ഇനി ഭാവിയിൽ നാളെ നീ പറയരുത് തന്ത കാരണം കൊച്ചിൻ്റെ ഭാവി നശിപ്പിച്ചു കേട്ടോ. പ്രസിദ്ധ, ഓ ഞാൻ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാ. അരമണിക്കൂർ ആ ഉടനെ എത്താനാ? അല്ല ഞാൻ വരാം ഞാൻ ഉടനെ വരാം. ആയിക്കോട്ടെ, പിന്നെന്താ? ആ ശരി ഇതാ വരുന്നുണ്ട്, ഇപ്പോൾ വരാം, ഇപ്പോൾ ഉടനെ തന്നെ വരാം. ഓക്കെ. ഞാൻ നേരെ കാരണം വീട്ടിലോട്ട് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ആ നീ വന്ന എന്തായാലും നന്നായി. എന്താണ്? ഞാനേ ഇതൊന്ന് കൊറിയർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. കൊറിയല്ലടാ, യുഗാണ്ട. ഇവിടെ ഇത് കൊറിയർ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് വിളിച്ച് അത്യാവശ്യമായിട്ട് അവിടെ ഒന്ന് ചെല്ലാനായിട്ട്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, ഇതിനൊന്ന് കൊറിയർ ഓഫീസിൽ കൊടുക്കണം. അല്ല, ഞാൻ ഈ അഡ്രസ്സ് നേരിട്ട് കൊടുത്താൽ പൈസ എൻ്റെ തന്നാൽ മതി. നേരിട്ട് കൊണ്ടുകൊടുക്കാം. കൊറിയർ അയക്കണ്ട, നേരിട്ട് നീ കൊടുക്കും. അപ്പോൾ ഇത് തൃശ്ശൂരാണ് ഇത് എത്തിക്കാനുള്ളത്. തൃശ്ശൂർ നീ നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടോ. ഇവിടെ വായി നോക്കി വല്ല പറയണത് ചെയ്. ആനയും ചേനയും തിരിച്ചറിഞ്ഞിടാത്ത നീയാണ് ഇത് അങ്ങോട്ട് പോകുമ്പോൾ വല്ല ചായ വെള്ളം എല്ലാം കുടിക്കും കേട്ടാ. ഇത് കറക്റ്റ് എപ്പോൾ കൊണ്ട് കൊടുക്കും. അല്ല നേരിട്ട് പോകണ്ട, തൃശ്ശൂരാണ് സ്ഥലം. തൃശ്ശൂര് അങ്ങ് എറണാകുളം കഴിഞ്ഞ് പോകണം കേട്ടാ. അതുകൊണ്ട് കൊറിയർ ഓഫീസിൽ കൊടുത്തിട്ട് വാ. ആ റെസീപ്റ്റ് വാങ്ങിച്ച് കൈ വെച്ചോണം. ആ Alien versus Alien.